ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ വിജ്ഞാപനങ്ങളായ ICDS പറ്റി പറയാനാണ്. അപ്പോൾ ICDSൽ രണ്ട് നോട്ടിഫിക്കേഷൻ, രണ്ട് കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഒന്ന് അംഗനവാടി വർക്കേഴ്സായിട്ട് 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ളവർക്കും വരുന്ന ഒരു നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ NCA നോട്ടിഫിക്കേഷനും. അപ്പോൾ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ നോക്കാം, ഡീറ്റെയിൽസ് നോക്കാം. നോക്കിക്കോളൂ. 236/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. പുതിയ നോട്ടിഫിക്കേഷനാണ്. ഇതിൽ 10ാം ക്ലാസ് ആണ് യോഗ്യത എന്ന് പറയുന്നത്. അംഗനവാടി വർക്കറായിട്ട് 10 വർഷത്തിലധികം പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. അംഗനവാടി വർക്കറിൽ നിന്ന് സൂപ്പർവൈസറിലേക്ക് പോസ്റ്റിലേക്ക് മാറുന്ന ഒരു വിജ്ഞാപനമാണ്. സോ ഇത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അംഗനവാടികളിൽ ജോലി ചെയ്യുന്ന 10 വർഷത്തിലധികം ഒരുപാട് പേര് നോക്കിയിരിക്കുന്നതാണ്. എനിക്കറിയാം, കഴിഞ്ഞ തവണവും CC ക്ലാസ് നടത്തിയിരുന്നു. 56ഓളം കുട്ടികളാണ് നമുക്ക് ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പം കുട്ടികൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിയിരിക്കുന്ന ഈ വിജ്ഞാപനത്തെ പറ്റി നിങ്ങളെല്ലാവരും അറിയണം. ഓക്കെ, നോക്കിക്കോളൂ. 236/2024 SSLC അംഗനവാടി വർക്കറായിട്ട് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. ഇനിയും അടുത്തതും അംഗനവാടിയാണ്. അവിടെ നോക്കിക്കേ, ഇതേ നോട്ടിഫിക്കേഷന് തന്നെ 254 ആകുമ്പോൾ SC STക്ക് മാത്രമായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നു. 254 യോഗ്യത SSLC മതി, പക്ഷേ 10 വർഷം അംഗനവാടി വർക്കറാകണം. അടുത്തതോ 255/2024 ആണെങ്കിലോ ഇവിടെ യോഗ്യത ബിരുദമാണ്. അംഗനവാടി വർക്കറായി 10 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഓക്കെ, ബിരുദമാണ് യോഗ്യത, അവിടെ 10 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഇനി വേറൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SC STക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ബിരുദമുള്ളവർക്കും SSLC ഉള്ളവർക്കും 2 നോട്ടിഫിക്കേഷനും വന്നു, കോമൺ നോട്ടിഫിക്കേഷനും വന്നു. ഇനി അടുത്ത് നോക്കിക്കേ, 253/2024 ഇവിടുത്തെ പ്രത്യേകത എന്താണ് നോക്കൂ. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ഹോം സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, അല്ലെങ്കിൽ ബിരുദം പ്ലസ് ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ICDSന്റെ സിലബസ് മാറ്റം വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലെ എന്താണ് NCA നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ NCA നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. സോഷ്യലോളജി, സോഷ്യൽ വർക്കർ, ഹോം സയൻസ് ഒക്കെ ഉള്ളവർ, അവരിപ്പം മനസ്സിലാക്കുക, അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനുള്ള NCAക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസും ഒന്നാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഇവിടെ 10ാം ക്ലാസ് ബേസ് ചെയ്തവർക്കും ഡിഗ്രിക്കാർക്കും ഒരേ സിലബസാണ്. നേരത്തെ PSC നടത്തിയിട്ടുള്ള സിലബസാണ്. മാറാനുള്ള ചാൻസ് കുറവാണ്. ഇനി എങ്ങാനും മാറിയാലും ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. ആ സിലബസിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം സിലബസിലേക്ക് നോക്കിക്കേ. ഇത് 2019 ഈ എക്സാം വിളിച്ചപ്പോൾ ഉള്ള സിലബസാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ 10th പ്രിലിംസ് ഇല്ലേ, 10th പ്രിലിംസ് എന്ന് പറയുമ്പോൾ PSC ഒരു പരീക്ഷ നടത്താറുണ്ട്. ആ സിലബസിൽ അന്ന് ഈ പരീക്ഷ നടത്തിയപ്പം ശരിക്കും പ്രിലിമിനറിയും ഉണ്ടായിരുന്നു, മെയിൻസും ഉണ്ടായിരുന്നു. ഇനിയും ഈ എക്സാമിൽ ഇത് ഒരൊറ്റ ഫേസ് ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. അതിൻ്റെ മെയിൻസിൻ്റെ സിലബസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുഖ്യ പരീക്ഷയുടെ സിലബസാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, അവിടെ നിങ്ങൾക്ക് ചരിത്രം പഠിക്കാനുണ്ട്, ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട്, ധനതത്വശാസ്ത്രം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ ഇതുമായിട്ടൊന്നും ഒരു പരിചയം ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് PSCയിൽ നമുക്ക് ഈ ഒരു നിയമനം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ. നോക്കിക്കോളൂ, ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയാണ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്, കേരളം ഭരണ സംവിധാനം, കലാകായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ. അപ്പോൾ നോക്കിക്കേ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പ്രധാനമായും നമ്മുടെ 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇത് ചരിത്രം എന്താ പഠിക്കാനുള്ളത്? കേരള ചരിത്രം പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. പിന്നെ എന്തായിരിക്കും അടുത്തത്? ഭൂമി ശാസ്ത്രം പഠിക്കുമ്പം നമ്മൾ ഈ പോർഷനൊക്കെ പഠിക്കണം, SCERT പഠിക്കണം. അങ്ങനെ ഒരു സിലബസാണ് ഈ ഉള്ളത്. പക്ഷെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് മാത്സ് ഇല്ല, മലയാളമില്ല, ഇംഗ്ലീഷ് ഇല്ല, സയൻസ് ഇല്ല. സയൻസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? നോക്കിക്കോളൂ, ഇവിടെ അടുത്തൊരു പോർഷൻ എന്ന് പറയുക കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, പ്രീ പ്രൈമറി അധ്യാപനം നിങ്ങളുടെ പോർഷനാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള പോർഷനാണ് അല്ലേ. അത് 40 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. പഞ്ചായത്തി രാജ്, പൊതുജനാരോഗ്യം, ക്ഷേമ സുരക്ഷാ പദ്ധതികൾ ഇവയിൽ നിന്നും 20 മാർക്ക്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു പോർഷൻ ഇവിടെ ഇതേ ഉള്ളൂ, പ്രീ പ്രൈമറി അധ്യാപനം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ആ പ്രീ പ്രൈമറി അധ്യാപനത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കേ.
ഇനിയും അത് മാത്രം പഠിച്ചുകൊണ്ട് നമ്മളൊരു PSC ലിസ്റ്റിൽ ഉണ്ടാകുമോ? 40 മാർക്കേ അവിടെ ഉള്ളൂ. ബാക്കി 60 മാർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഗെയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, കേരളം യൂറോപ്യന്മാരുടെ വരവ് തൊട്ട് എന്താ എളുപ്പം പഠിക്കാൻ പറ്റും. ഇത്തിരി ഒന്ന് മെനക്കെട്ടാൽ മതി. കാരണം 10 വർഷമായിട്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ? ആ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ഏറ്റവും നല്ലതായിരിക്കും. ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം, അതോടൊപ്പം തന്നെ ലോകം, ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ ഡേറ്റ പറഞ്ഞു. ധനതത്വശാസ്ത്രത്തിൽ നിന്ന് പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നീതി ആയോഗ് കേട്ടിട്ടുള്ളതാണ്. കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് 10th ലെവലാണെങ്കിൽ ഒരു ബേസ് ക്വസ്റ്റ്യനും അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും ഡിഗ്രി ലെവലിൽ ചോദിക്കുന്നത്. സെയിം സിലബസിലുള്ള രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സിലബസ്. സിലബസിനകത്ത് ഞാൻ പറഞ്ഞു അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ, വിവിധ ദാർശനികരുടെ സംഭാവനകൾ, സ്ഥാപനങ്ങൾ, പ്രാദേശിക പാഠ്യപദ്ധതി, വിവിധ ഏജൻസികൾ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. മനസ്സിലായോ? കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ പങ്കുവെച്ച സാമൂഹിക പരിഷ്കർത്താക്കൾ, പ്രക്ഷോഭങ്ങൾ, വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ദെൻ ആരോഗ്യത്തിനകത്ത് എന്തൊക്കെയാണ്? അർത്ഥവും വ്യാപ്തിയും, സമീകൃതാഹാരം, കുഞ്ഞിൻ്റെ ജനനം മുതൽ പ്രീ സ്കൂൾ കാലം വരെയുള്ള തൂക്കം, കുട്ടികളിൽ കാണുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, അപകടങ്ങൾ, പ്രഥമ ശുശ്രൂഷ. നോക്കൂ, അപ്പോൾ ഇതൊക്കെ അറിയത്തില്ലേ? ആരോഗ്യ മേഖലയിലെ പുതിയ പ്രോജക്ട്സുകൾ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിലബസ് വേണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. അപ്പം ഈ ഒരു മേഖലയിലുള്ള എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. കോഴ്സിനെ സംബന്ധിച്ച പുതിയ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനിയും NCA നോട്ടിഫിക്കേഷൻ, സാധാരണ ICDS സൂപ്പർവൈസറുടെ സിലബസ് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ക്വാളിഫിക്കേഷനുള്ള NCA കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം, മറന്നു പോകരുത്. എന്തായാലും നമുക്ക് പഠിച്ചു തുടങ്ങാം. CCയോടൊപ്പം നമുക്ക് റാങ്ക് നേടാം, ജോലിയിലേക്ക് പ്രവേശിക്കാം. താങ്ക്